അതായത് ഇപ്പൊ സംസാരിക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗുരുഘോഷിക്കാം. അപ്പൊ സംസാരിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് എൻ്റെ വേറെ മോളുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്ക് ഇത്തിരി മനസ്സിലാവും കേട്ടാ. ഇപ്പൊ ഒന്നും വേണ്ട, അത് പിന്നെ കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അവിടുന്ന് കൂളാക്കണം. അപ്പൊ സംസാരിച്ചാൽ സത്യം കേട്ടാണ്. നീ സുഖമാണ്, നീയും ഓഫ് മാഷാ അല്ലാഹ്. നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കേൾക്കുന്നത് സത്യമാണെങ്കിൽ കേട്ട ശബ്ദം ഷിയാസ് കരീം എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റേതാണ് എങ്കിൽ ഇവരെക്കാൾ വൃത്തികെട്ടവൻ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു 35-കാരൻ 45 വയസ്സുള്ള ഒരു സ്ത്രീയോട് കാണിച്ചിരിക്കുന്ന ലൈംഗിക വികൃത മാത്രമല്ല, ഒരു സ്ത്രീയോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നതിനൊപ്പം തന്നെ ആ സ്ത്രീയുടെ മകളെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ്. നിന്നെയും മോളെയും ഒരുമിച്ച് കിട്ടിയാൽ, ഒരുമിച്ച് കല്യാണം കഴിച്ചാൽ മാഷാ അല്ലാ എന്നൊക്കെ പറയുന്ന ഈ ശബ്ദം കേൾക്കുമ്പോൾ ഷിയാസിൻ്റെതുപോലെ തന്നെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അതിനെതിരെ അത് AI ആണ്, അത് കള്ള ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച ആളുകൾ രംഗത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു അടിസ്ഥാനം നമ്മൾ അത്രമാത്രം പറയുന്നില്ല. പക്ഷെ നിലവിൽ അത് ഷിയാസിന്റെ ശബ്ദം പോലെ തന്നെയാണ് തോന്നുന്നത്, ഷിയാസിന്റെ ചാറ്റ് പോലെ തന്നെ തോന്നുന്നുണ്ട്. അതിൽ പറയുന്ന വൃത്തികെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ആരോപണങ്ങൾ യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ നിലവിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയാണ്. സ്ത്രീയിൽ നിന്നും 49 ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിക്ക് പിന്നാലെ, വിവാദങ്ങൾക്ക് പിന്നാലെ ഇൻസ്റ്റഗ്രാം വഴി ഷിയാസ് തന്റെ ന്യായവാദങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്തേക്ക് വന്നിരുന്നു. അന്ന് പറഞ്ഞ ന്യായീകരണങ്ങളൊക്കെ പൊളിഞ്ഞടങ്ങുന്ന തരത്തിലാണ് ഈ ശബ്ദ സന്ദേശം. ഇനി ഈ ശബ്ദ സന്ദേശത്തിന് എന്താണ് ഷിയാസിന് മറുപടി പറയാനുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടുന്നത്. ഇതിനു മുൻപിലുണ്ടായ വിവാദം, അല്ലെങ്കിൽ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ഷിയാസ് ആദ്യം പറഞ്ഞിരുന്ന പ്രതികരണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞിരിക്കുക എന്നാണെങ്കിലും പുറത്തു വരും എന്നുള്ള ഒരു കാര്യമായിരുന്നു. എന്റെ പേരിൽ പരാതി കൊടുത്ത സ്ത്രീക്ക് 60 വയസ്സുണ്ടെന്നും അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നുമാണ് അന്ന് ഷിയാസ് പറഞ്ഞത്. ഞാൻ മാന്യമായ ജീവിക്കുന്ന ആളാണ്. എനിക്കിപ്പോൾ സ്ത്രീകളുമായി ഇടപഴകാൻ തന്നെ ചെറിയൊരു പേടിയുണ്ട്. മുൻപേ എനിക്കെതിരെ ഒരു ആരോപണവും കള്ളക്കേസും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. എന്റെ കുടുംബവുമായി വളരെ പ്രധാനപ്പെട്ട അടുപ്പമുള്ള സ്ത്രീയായിരുന്നു ആ പരാതിക്കാരി. കല്യാണത്തിനും റിസപ്ഷനും അബുദാബിയിലെ പരിപാടിയിലും എല്ലാം പങ്കെടുത്തിട്ടുള്ള ഒരു സ്ത്രീ. പോലീസിലും കോടതിയിലും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പരാതിയെ നിയമപരമായി നേരിടുമെന്നാണ് അന്ന് ഷിയാസ് പറഞ്ഞത്. അതേസമയം ഷിയാസിന്റെ വാദമുഖങ്ങൾ തള്ളുന്ന വിധത്തിലുള്ള തെളിവുകളുമായിട്ട് പരാതിക്കാരി പല ശബ്ദ സന്ദേശങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ ജിമ്മിന്റെ നവീകരണത്തിനടക്കം ഷിയാസ് തന്നെ പറ്റിച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു എന്ന്, പണം നേരിട്ട് നൽകിയാൽ മതി എന്ന് പറയുന്നതിന്റെ ഒക്കെ ഓഡിയോ ആണ് അന്ന് അവർ പുറത്തുവിട്ടത്. സ്ത്രീ നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ ഷിയാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പരാതിക്കാരിയാണ് തന്നിൽ നിന്നും പണം വാങ്ങിയതെന്ന് പറഞ്ഞ ഷിയാസിന്റെ ആരോപണങ്ങളെ തള്ളുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ ഇതിനു മുൻപ് പുറത്തു വന്നിരിക്കുന്നത്. ജിം നവീകരിക്കാൻ 20 ലക്ഷം രൂപ നൽകണം, പണം അക്കൗണ്ടിൽ ഇടണം, കോഴിക്കോട് വരുമ്പോൾ നേരിട്ട് തന്നാൽ മതി എന്നൊക്കെയാണ് ഷിയാസ് ആ ശബ്ദ സന്ദേശത്തിലൂടെ പറഞ്ഞത്. എല്ലാ കാലത്തും ഒപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പും സ്ത്രീക്ക് നൽകുന്നുണ്ട്. ഷിയാസ് കരീമിനെതിരെ സാമ്പത്തിക വഞ്ചനയ്ക്കും ലൈംഗിക ചൂഷണത്തിനുമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇവർ തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകളും യുവതി പോലീസിനെ കൈമാറിയിരിക്കുകയാണ്. ഇതിനുശേഷം ആരോപണം നിഷേധിച്ച് ഷിയാസ് വീണ്ടും രംഗത്തെത്തി. ഇത്രയെല്ലാം തെളിവുകളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഷിയാസിനെ ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ഒരു ഭാര്യ ഷിയാസിനുണ്ട്. ഷിയാസിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടാണ് ഷിയാസിന്റെ ഭാര്യ ദർഫ രംഗത്ത് വന്നിട്ടുള്ളത്. 60 വയസ്സുള്ള ഒരു സ്ത്രീ നൽകിയ പരാതിക്ക് പിന്നാലെ ഷിയാസിന്റെ തന്നെ പേരിൽ പ്രചരിച്ച ശബ്ദ സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്തതാണ് എന്നാണ് അവർ അവകാശവാദമായിട്ട് ഉന്നയിക്കുന്നത്. തങ്ങളുടെ കൈവശം എല്ലാത്തിനും തെളിവുണ്ട് എന്നായിരുന്നു ദർഫയുടെ അവകാശവാദം. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയും കമന്റുകളിലൂടെയുമാണ് ദർഫ ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയത്. ആരോപണം ഉന്നയിച്ച സ്ത്രീക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ദർഫ ഇൻസ്റ്റഗ്രാമിൽ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിച്ചത്. ഞങ്ങളുടെ കൂടെയുള്ള ഈ പ്രായമായ സ്ത്രീക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ഭർത്താവ് ഇട്ടിട്ട് പോയി, കാമുകന്റെ കൂടെ മക്കളും പോയി, ഉമ്മ വീട്ടിൽ കയറ്റിയില്ല. എനിക്കാരുമില്ല. ഷിയാസ് എനിക്ക് എന്റെ മൂത്ത മകനെ പോലെയാണ്. നിബാസ് രണ്ടാമത്തെ മകനാണ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്
ഇപ്പോൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് ദർഭ പറയുന്നത്. ദർഭയ്ക്ക് എന്റെ മകളുടെ പ്രായമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നായിരുന്നു ദർഭയുടെ ചോദ്യം. ഉളുപ്പുണ്ടോ തള്ളെ? കുറച്ചെങ്കിലും. സ്വന്തം കഴിവ് കൊണ്ട് വേണം ഫേമസ് ആകാൻ, അല്ലാതെ മറ്റൊരാളുടെ പെരടിയിൽ തൂങ്ങിയാകരുത് ഇത്തരം വിജയം. ഷുഗറും പ്രഷറും അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലല്ലോ. എന്തായാലും നന്നായിട്ടുണ്ട്. ഞാൻ തന്ന പണവും സ്വർണവും നിനക്ക് തന്നെ ഓസ്കാർ ആയിട്ട് വച്ചോ എന്നും പാവം കല്യാണം കഴിഞ്ഞത് അറിഞ്ഞില്ല എന്നും ഒക്കെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ദർഭയുടെ പ്രതികരണം. പീഡനം ആസ്വദിച്ച് നമ്മുടെ കൂടെ എല്ലായിടത്തും വന്ന് നടന്ന ഇവർക്ക് ഇപ്പോൾ പാവം കല്യാണം കഴിഞ്ഞത് പോലും അറിയില്ലെന്ന് പറയുന്നതാണ് വിരോധാഭാസം എന്ന് ദർഭ പറയുന്നു. എന്തായാലും ഷിയാസ് മുമ്പ് വെച്ച വിശദീകരണ വീഡിയോയ്ക്ക് താഴെ പേടിക്കേണ്ട ബേബി എന്ന് പറയുന്ന ഒരു ഒറ്റ കമന്റിലൂടെ ദർഭ ഷിയാസിനൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വ്യക്തതയും ആരാധകർക്കിടയിൽ ഉണ്ടായി കഴിഞ്ഞു. ശബ്ദരേഖകൾ വിവിധയിടങ്ങളിൽ നിന്നും എടുത്തു കൂട്ടി യോജിപ്പിച്ചതാണ് എന്നും അധികം വൈകാതെ സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്നുമാണ് ദർഭയുടെ പ്രതികരണം. തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഷിയാസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരാളിക്ക് തന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഉമ്മയുടെയും സഹോദരിയുടെയും പക്കൽ നിന്നും അവർ വാങ്ങിയ പണവും സ്വർണവും തിരികെ ചോദിച്ചപ്പോഴാണ് തന്നോട് വൈരാഗ്യം തീർക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണമെന്നും ഷിയാസ് അവകാശപ്പെടുന്നു. 60 വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട സാഹചര്യം തനിക്കില്ലെന്നാണ് ഷിയാസ് പറയുന്നത്. എന്നാൽ ഇതിനു പിന്നാലെ ഷിയാസും യുവതിയും തമ്മിലുള്ള പല ശബ്ദ സന്ദേശങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയാണ്. യുവതിയുടെ പരാതി ശരിവയ്ക്കുന്ന രീതിയിലാണ് ഷിയാസിന്റെ ശബ്ദ സന്ദേശം. അത്തരത്തിലൊന്നാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത്. 10 കാശുണ്ടാക്കാൻ എന്ത് നെറുകേടും ചെയ്യുന്ന ഒരു വലിയ സൊസൈറ്റി ആളുകൾ ഇപ്പോൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചൊരു വാർത്ത കേൾക്കുകയുണ്ടായി. അതായത് അവസരം നോക്കി നടക്കുന്ന അല്ലെങ്കിൽ അവസരം തേടി നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ മോഡലിംഗിന്റെ പേരിൽ മാഫിയകൾ തട്ടിയെടുക്കുന്നു അല്ലെങ്കിൽ അവരെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഒരു അറസ്റ്റ് ഉണ്ടാകുന്നു. അതായത് ഇപ്പൊ സംസാരിക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗുണഘോഷിക്കാം. അപ്പൊ സംസാരിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് എൻ്റെ വേറെ മോളുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്ക് ഇത്തിരി മനസ്സിലാവും കേട്ടാ. ഇപ്പൊ ഒന്നും വേണ്ട, അത് പിന്നെ കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അവിടുന്ന് കൂളാക്കണം. അപ്പൊ സംസാരിച്ചാൽ സത്യം കിട്ടാതെ നീ സുഖമാണ്. നീയും ഓഫ് മാഷാ അല്ലാഹ്. എനിക്ക് പൊളിക്കായിരുന്നു. അത് മിസ്സായി പോയി. പണ്ടാരം അച്ഛനെ പൊന്നുപോലെ നോക്കാം, നിന്നെ നോക്കാം. അത് മതിയില്ലേ ജീവിതത്തിൽ. പൊന്നുപോലെ നോക്കാറുന്നു എന്നെ. അത് കോഴിക്കോട്ടിലല്ല, അങ്ങനെ ആവണം. അങ്ങനെയാന്ന് പറഞ്ഞാൽ അതൊരു ഇതല്ലേ, ഒരു ഇഷ്ടമല്ലേ, അത്ര തന്നെ. ശരി എന്നാ അപ്പം ആയിക്കോട്ടെ. ഫ്രീ ആകുമ്പോൾ പറയാം, ഞാൻ വിളിക്കാം. പറഞ്ഞൊന്നില്ലോ പേര് പറയും. എനിക്കുള്ള ബന്ധമൊന്നും കൊച്ചിയിൽ ഈ പറഞ്ഞ അച്ഛനും മറ്റേ അറാമ്പറന്നൊന്നില്ലോ. ഞാൻ മറ്റേ അറാമ്പറപ്പിൻ്റെ കൂടാണ്. കൊച്ചി കിടന്ന് കാണിക്കാത്ത അറാമ്പറപ്പൊന്നുമില്ല. ഞാൻ ഒതുങ്ങിയേക്കണേ ഫേമസ് ആയവനെ.